നമസ്കാരം. നമ്മളിൽ പലരും പല ആളുകളുമായിട്ട് ഇഷ്ടത്തിലുള്ളവരുണ്ടാവും. നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട വ്യക്തികളുമായിട്ട് സ്നേഹത്തിലും സന്തോഷത്തിലും കഴിയുന്ന ആളുകളുണ്ടാവും. പക്ഷേ അത് കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇഷ്ടവും സ്നേഹവും പതുക്കെ പതുക്കെ ഇല്ലാതായി പോകുന്നതും ദേഷ്യപ്പെടുന്നതിലേക്കും കുറ്റപ്പെടുത്തുന്നതിലേക്കൊക്കെ വഴിമാറിപ്പോകുന്നതും കാണാറുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ ഭർത്താവായിരിക്കും, അതല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കും, ഭാര്യ ആയിരിക്കും. അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഭാര്യയോ ഭർത്താവോ കാമുകിയോ കാമുകനോ ആരുമാവും. കുറച്ച് കാലം നല്ല രീതിയിൽ സ്നേഹിച്ച് പോയിട്ട് പിന്നീട് അത് വെറുപ്പിലേക്കും ദേഷ്യത്തിലേക്കും കുറ്റപ്പെടുത്തലിലേക്കും വഴിമാറി പിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അങ്ങനെയുള്ള ആളുകൾക്ക് അത് പോകുന്നതിന് മുൻപ് തന്നെ അവർ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നമ്മളോട് സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി നമ്മുടെ കൂടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇപ്പം ഇതിൽ പറഞ്ഞ പോലെ ചെയ്യുക. ചില ആളുകൾക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ അവരുടെ പ്രശ്നം വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അകൽച്ചയിൻ്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുന്നതായതുകൊണ്ട് താമസം നേരിടും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താണ് പ്രത്യേകിച്ച് ചെയ്യേണ്ടതെന്ന് അറിയാൻ നിങ്ങൾക്ക് ഈ വാട്സപ്പ് നമ്പറിൽ, ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഇന്നിപ്പോൾ ഇതിൽ പറയാൻ പോകുന്ന കാര്യം, നിങ്ങൾ തുടക്കത്തിലെ നല്ല സന്തോഷത്തിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ദേഷ്യത്തോടും വെറുപ്പോടും കൂടിയിട്ട് സംസാരവും പെരുമാറ്റവും ആണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതിലൊരു ത്രികോണം വരയ്ക്കുക. എന്നിട്ട് അതിനുള്ളിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുടെ പേരെഴുതുക. ആ ത്രികോണത്തിന് പുറത്ത് 3 വശത്തും നമ്മുടെ പേരും എഴുതുക. എന്നിട്ട് അതിൽ കുറച്ച് കർപ്പൂരം നിങ്ങൾ വയ്ക്കുക. കർപ്പൂരം വെച്ച് മടക്കിയതിന് ശേഷം ദിവസവും രാവിലെ നിങ്ങൾ എഴുന്നേറ്റ ഉടനെ ആ കർപ്പൂരം പൊതിഞ്ഞ് വെച്ച ആ പേരെഴുതി അതിൽ കർപ്പൂരം വെച്ച് പൊതിഞ്ഞ് വെച്ച ആ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ഒരു 10 മിനിറ്റ് നേരം കണ്ണടച്ചുകൊണ്ട് മനസ്സിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ആളുടെ രൂപം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക. എന്നിട്ട് ആ വ്യക്തി നമ്മളോട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നിൽക്കുന്നതായിട്ടും പെരുമാറുന്നതായിട്ടും സന്തോഷത്തോടു കൂടി നമ്മളോട് കൂടി ജീവിക്കുന്നതായിട്ടും നമുക്ക് എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അതുപോലെ ആ വ്യക്തി പെരുമാറുന്നതായിട്ട് നമ്മൾ കാണുക, മനസ്സിൽ കാണുക. ആ സമയത്ത് മറ്റ് ചിന്തകളൊന്നും വരാതെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളുടെ ശ്രദ്ധ ഇതേ കാര്യത്തിലേക്ക് മാത്രമായിരിക്കണം പോകുന്നത്. അതിന് നിങ്ങളിത് തുടങ്ങുന്നതിന് മുൻപ് ഒരു 6-7 പ്രാവശ്യം നിങ്ങൾക്ക് ശ്വാസത്തിൽ ശ്രദ്ധിക്കാവുന്നതാണ്. മറ്റ് ചിന്തകൾ വരാതിരിക്കാൻ, മനസ്സൊന്ന് ശാന്തമാവാനും ഒരു 6-7 പ്രാവശ്യം നമ്മൾ എടുക്കുന്ന ശ്വാസത്തിലും പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിലും ശ്രദ്ധിച്ചതിന് ശേഷം ഈ വ്യക്തിയെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നമുക്ക് എന്താണോ ആഗ്രഹം, ആ വ്യക്തി എങ്ങനെ ആയിത്തീരണോ, എങ്ങനെയാണ് നമ്മളോട് പെരുമാറേണ്ടത് എന്ന് നമ്മൾ കരുതുന്നുവോ അതുപോലെ ആണ് ഇപ്പോൾ എന്നോട് ഓൾറെഡി പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്ന രീതിയിൽ വേണം മനസ്സിൽ ചിന്തിക്കാൻ. പിന്നെ അത് ചിന്തിച്ച് നമ്മളത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാധാ ജീവിതത്തിലേക്ക് കടക്കാം. പക്ഷേ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാലും ബാക്കിയുള്ള സമയം എന്താ അയാൾ എന്നോട് ഇങ്ങനെ ചെയ്തു, എങ്ങനെ ചെയ്തു, അങ്ങനെ ചിന്തിക്കരുത്. അത് നല്ല രീതിയിൽ തന്നെ വരും. ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച പോലെ തന്നെ വരും, സന്തോഷത്തിൽ വരും എന്ന രീതിയിലായിരിക്കണം നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് നടക്കേണ്ടത്. അപ്പോൾ ചിലപ്പോൾ ആ വ്യക്തി എന്തെങ്കിലും ഫോൺ വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് വരിക അല്ലെങ്കിൽ നേരിട്ട് കാണുകയോ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറഞ്ഞാലും അത് ശരിയായിക്കോളും എന്ന രീതിയിൽ വേണം നമ്മളത് എടുക്കാൻ. അതല്ലാതെ ഇത് 4 ദിവസം ചെയ്തില്ല, ഒരാഴ്ച ചെയ്തിട്ട് വീണ്ടും ആൾ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണല്ലോ ഇരിക്കുന്നത് എന്ന് ചിന്തിക്കരുത്. നമ്മളിത് ചെയ്യുന്നത് 21 ദിവസം ചെയ്യണം. ആ 21 ദിവസം നമ്മൾ ഇതേ രീതിയിൽ തന്നെ ചിന്തിക്കണം. അങ്ങനെ എന്ത് നെഗറ്റീവ് പറഞ്ഞാൽ പോലും നമ്മളത് ശരിയാവും എന്നൊരു മൈൻഡിൽ തന്നെ ആയിരിക്കണം മുന്നോട്ട് പോകുന്നത്. അതല്ലാതെ 10 ദിവസം ചെയ്ത് എന്നിട്ട് ഒരു മാറ്റമില്ല എന്ന് മനസ്സിലേക്ക് നമുക്ക് തോന്നാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന് കാര്യമായിട്ട് ഫലം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ആ 21 ദിവസവും ഇത് ശരിയാവും, ഇതിൻ്റെ തടസ്സങ്ങളൊക്കെ മാറും, ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഞാൻ വിചാരിച്ച പോലെ തന്നെ ആയിരിക്കും, അതിനു വേണ്ടി കാര്യം ചെയ്യുന്നുണ്ട് എന്ന് പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ അത്രയും ദിവസം
പൂർത്തിയാക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ ശരിയായി വരും. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വിചാരിച്ച പോലെ സന്തോഷമായി ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.